ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ നിന്നിട്ടും ഏട്ടൻ ഇന്നാണ് കേട്ടോ ഗംഗയിലൊന്ന് ഇറങ്ങി സ്നാനം ചെയ്യണമെന്ന് തോന്നിയത്. ഇത്രയും ദിവസം ഞാൻ പറഞ്ഞു ഏട്ടാ സ്നാനം ചെയ്യുമ്പോൾ പോന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ട് ഇന്നിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരാം, നമുക്കിന്ന് ഈവനിങ് ആണ് ട്രെയിൻ. ഇന്നിട്ട് മോർണിംഗ് ആയപ്പോൾ പറഞ്ഞു നമുക്കെങ്കിൽ പോയി സ്നാനം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിനായിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി നമ്മൾ വേറൊരു വഴി കൂടെ പോയി, സാധാരണ നമ്മളങ്ങ് നേരെ പോയിട്ട് കാട്ടിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഒരു റോഡ് വഴിയൊക്കെ പോയി അതുവഴിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു ബ്ലാക്ക് രുദ്രാക്ഷ മാല ഇതൊരെണ്ണമായിട്ട് മേടിച്ചു കേട്ടോ. ഇത് സംഭവമായിട്ട് മേടിക്കാൻ കാരണം ഇതിനകത്ത് ഇടയ്ക്ക് ഗോൾഡ് കയറ്റിയിട്ട് ഒരു മാല ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് മറ്റേ രുദ്രാക്ഷത്തിനേക്കാളും കുറച്ചും കൂടി വിലയുണ്ട് കേട്ടോ ഇതിന്. മറ്റേത് അധികം വിലയില്ലായിരുന്നു, പക്ഷേ ഇത് കുറച്ചും കൂടി വിലയുണ്ട്. അപ്പം അങ്ങനെ അത് ഏട്ടനും മേടിച്ചു, അനിയനും ഒരെണ്ണം മേടിച്ചു. അത് നമ്മൾ പിന്നെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് കാശി വിശ്വനാഥ് ടെമ്പിളിനകത്തോട്ട് പോകാനുള്ള വഴിയാണ് കേട്ടോ. ഫുള്ള് പോലീസുകാരാണ്. നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ. ഫോണ്, ബാഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അകത്തോട്ട് കയറ്റി വിടത്തില്ല അവർ. അപ്പം ആ ടെമ്പിളിനകത്തോട്ട് അപ്പം നമ്മൾ ഫോണൊക്കെ റൂമിൽ വെച്ചിട്ടായിരുന്നു ആ ടെമ്പിൾ കാണാൻ പോയത്. ഇവിടെ പിന്നെ ദാണ്ട് ഇതുപോലെ ഇങ്ങനെ കുറേ പൂജാമുറിയിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊക്കെ ഓരോ ശിവലിംഗങ്ങളോ അല്ലെങ്കിൽ ഗണപതിയോ അല്ലെങ്കിൽ നന്ദിയോ അങ്ങനത്തെ ഓരോന്നൊക്കെ ഓരോ പ്രതിഷ്ഠകളുടെ പ്രതിമകളുണ്ട്. ഇപ്പം നേരത്തെ 2-3 പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പം അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ, എന്നും അന്നദാനമുണ്ട്. നമ്മളപ്പോൾ അവിടുത്തെ അന്നദാനം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് മേടിച്ചു, കഴിച്ചു നോക്കിയത്. ബൂരിയും സാമ്പാറുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ക്യാഷ് കൊടുത്ത് മേടിച്ച് കഴിക്കുന്ന ഫുഡിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മല്ലിയിലേക്ക് ഇട്ട് നമ്മൾ തമിഴ്നാട് സ്റ്റൈലൊരു സാമ്പാറായിരുന്നു കേട്ടോ. അപ്പം കുറേ ആൾക്കാർ എന്നിട്ട് അവിടെ ഗംഗാനദിയിൽ സ്നാനം ചെയ്യുക, എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് അവർ വെള്ളത്തിൽ തന്നെ അവിടെ എന്തോ പൂജയൊക്കെ നടക്കുമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ ഇറങ്ങണ്ട, കുറച്ചും കൂടി വൃത്തിയുള്ള എങ്ങോട്ടെങ്കിലും പോയി ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടാ അവിടെ ഇറങ്ങാൻ പോയത്. അത് ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ ഫുള്ള് കലങ്ങിയൊക്കെ കിടക്കുന്നത്, നമുക്ക് വേറെ എവിടെയും പോയി ഇറങ്ങാമെന്ന് പറഞ്ഞു. അന്നദാനം ഒരുവിധം എല്ലാവരും വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ ഞാനിങ്ങനെ ആലോചിച്ച് ഈ വന്നിങ്ങനെ കിടക്കുന്നവർക്കൊക്കെ ഫുഡ് എന്താണെന്ന്. അപ്പം സംഭവം അവിടെ 3 നേരവും ഫുഡുണ്ട്. ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ എത്ര വേണമെങ്കിലും ഫുഡ് അവർ ചോദിച്ചാൽ കൊടുക്കും. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചോദിച്ചാൽ ഫുഡ് കൊടുക്കും. നല്ല ഫുഡാണ് കൊടുക്കുന്നത്, നല്ല ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്ന ചോദിച്ചാൽ ഏട്ട ഫസ്റ്റ് ഈ ഒരു ബോട്ടിനകത്ത് ചോദിച്ചപ്പോൾ ഇത് 200 രൂപ എന്തോ പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും ആൾ ഇതിനിടയ്ക്ക് കയറി ഇരുന്നിട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാനാ, വേണ്ട നമുക്ക് വേറെ ചെറിയ ബോട്ടങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നടന്ന് വേറെ ഒരു കാട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു അപ്പം നിന്നിട്ട് വെള്ളത്തിൽ നിന്ന് കോയിൻസ് എടുക്കും കേട്ടോ. ഇവർ ഈ പൂജ ചെയ്യുമ്പം ഒരു പൂവ് അങ്ങനെ ഇങ്ങനെ കോയിൻ എല്ലാം കൂടി ഇട്ടിട്ടാണ് ഈ വെള്ളത്തിലോട്ട് ഒഴുക്കി വിടുന്നത്. അപ്പോൾ ആ കോയിൻസൊക്കെ ഇവരിങ്ങനെ പറക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഡെയിലി ഏകദേശം ഒരു 3000-4000 രൂപയോളം കിട്ടുമെന്ന് അവർ പറയുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ 3000-4000 രൂപ ഡെയിലി ഇങ്ങനെ വെറുതെ കിട്ടുമ്പം തന്നെ അയ്യോ നല്ലൊരു തുക ഒരു മാസം അവർക്ക് കിട്ടുന്നത്. പക്ഷേ ഈ സീസൺ ടൈമിലേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ സീസണാണ്, അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരും ഇതൊക്കെ. പിന്നെയെന്ന് പറയുന്നത് കുറേ കൊച്ചു പിള്ളേരുണ്ട് അവിടെ. നമ്മൾ ഈ പൂജ ചെയ്യുന്ന സാധനങ്ങൾ എന്തെങ്കിലും വെള്ളത്തിലോട്ട് വെക്കേണ്ട അതിനു മുമ്പേ അവരത് ഒഴുകാൻ പോലും സമ്മതിക്കത്തില്ല. അവർ വന്നത് എടുത്തിട്ടങ്ങ് പോകും. അങ്ങനെ കുറേ പിള്ളേർ സെറ്റുകളുണ്ട്. നമുക്ക് അങ്ങ് ദേഷ്യം വരും സത്യം പറഞ്ഞാൽ. നമ്മളത് ഒഴുകാൻ വേണ്ടിയിട്ട് ദീപമായാലും ദീപത്തിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണും. അപ്പോൾ അതിങ്ങനെ നമ്മൾ സെറ്റായിട്ട് മേടിക്കുന്നത്, അത് വെള്ളത്തിലോട്ട് വെക്കുന്നേ കാണാം, ഈ പിള്ളേർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നേ കാണാം. അപ്പോൾ ഏട്ട സ്നാനം ചെയ്യാനായിട്ട് ഇറങ്ങി. നമ്മൾ അത്യാവശ്യം വൃത്തിയുള്ളൊരു സ്ഥലം നോക്കി, ആഴമുണ്ട്, അത്യാവശ്യം ഒഴുക്കുണ്ട് നല്ല, അവിടെ നോക്കി ഇറങ്ങാമെന്ന് വിചാരിച്ച് ഏട്ടൻ അങ്ങനെ അവിടെ വന്ന് അവിടെ ഇറങ്ങി. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇച്ചിരി വെയിലൊക്കെ ആയിട്ടാണ് വന്ന് നിന്നിട്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഏട്ടൻ അങ്ങനെ സ്നാനിച്ച്. പിന്നെ അനിയനും ഏട്ടനും അവർ രണ്ടുപേരും ഇറങ്ങി സ്നാനമൊക്കെ കഴിഞ്ഞ്. കുഞ്ഞുമാവിനെയും കൂടി ഏട്ടൻ ഒരു വട്ടം കൂടി ഒന്ന് വെള്ളത്തിലിറക്കിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കൊച്ചു ബോട്ടിനകത്ത് ബോട്ടിങ്ങിൻ്റെ റേറ്റ് വെച്ചപ്പം ആൾക്ക് 200 രൂപ തന്നെ അവരും പറയുന്നത്. അവർ ആദ്യം നമ്മൾ 3 പേരേ ഉള്ളൂ, അതുകൊണ്ട് ഒരാൾക്ക് 1000 വെച്ചതാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ല അത്രയൊന്നും പറ്റത്തില്ല, വേണ്ടാന്ന് പറഞ്ഞ്
അപ്പോൾ പിന്നെ ആൾക്ക് 200 രൂപ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ, സമയവും ഇല്ല, പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കയറി. 1 കിലോമീറ്ററേ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ, 1 കിലോമീറ്ററേ അവർ കൊണ്ടുപോകത്തുള്ളൂ. 1 കിലോമീറ്ററാണ്, ഒരാൾക്ക് 200 രൂപ. അപ്പം 3 പേരായപ്പം 600 രൂപയായി. സത്യം പറഞ്ഞാൽ അവർ ഈ സീസണിൽ എന്തോരം പൈസ ഉണ്ടാക്കി കാണും. അങ്ങനെ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ കയറി. സത്യം പറഞ്ഞാൽ ബോട്ടിങ് പോയതുകൊണ്ട് ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റി. ആ ഒരു എല്ലാ തീരങ്ങളും എല്ലാ കാട്ടുകളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര രസമാണ്. നമ്മളതിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെയല്ല, ബോട്ടിങ്ങിൽ അത് കാണണം. പഴയ ഒരു പണ്ടത്തെ പഴയ ബിൽഡിങ്ങുകളല്ലേ, നല്ല രസമുണ്ട് കാണാൻ. സത്യം പറഞ്ഞാൽ അങ്ങനെ വേണം ഇരുന്ന് കാണാൻ കേട്ടോ. അപ്പം അതങ്ങനെ നമ്മൾ ഏകദേശം ഒരുവിധപ്പെട്ട എല്ലാം നമ്മൾ കറങ്ങി കണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തൊന്നും ഈ ദഹിപ്പിക്കുകയൊന്നും ചെയ്യില്ല. ചില കാട്ടുകളിലേ ഉള്ളൂ ഈ ദഹിപ്പിക്കുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ ഈ ബോട്ടിങ്ങിനൊക്കെ ഇറങ്ങേണ്ടത് രാവിലെയാണ് കേട്ടോ. സൂര്യോദയത്തിൻ്റെ ആ ഒരു കുറച്ച് ടൈം മുമ്പാണ് ബോട്ടിങ്ങിന് ഇറങ്ങേണ്ടത്. ആ ടൈമിൽ ഒരു സൈസ് വെള്ള കളറിലെ പക്ഷികൾ ഒരുപാട് അവിടെ കിടന്ന് ഇങ്ങനെ പറക്കും. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി ഭയങ്കര രസം അത് കാണാൻ. അപ്പോൾ അത് ബോട്ടിലിരുന്ന് തന്നെ ഉദയമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് ഒരു ദിവസം അവിടെ ടെൻ്റ് അടിച്ചതിൻ്റെ അന്നാണ് നമുക്ക് ആ ഒരു സൂര്യോദയം കാണാൻ പറ്റിയത്. അല്ലാണ്ട് നമുക്ക് ബോട്ടിങ്ങിൽ പോകുന്നതായിരിക്കും ദിവസമെല്ലാം നമ്മൾ ഭയങ്കര ഉറക്കമായിരിക്കും. കാരണം നൈറ്റ് നമ്മൾ ഏകദേശം ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാൻ ഇറങ്ങും. പിന്നെ നമ്മൾ റൂമിൽ ചെല്ലുമ്പോൾ 2-2:30 ആവും. പിന്നെ നമ്മൾ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ എന്തായാലും ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഏകദേശം നമ്മളിതൊക്കെ കറങ്ങി കാണാൻ ഇറങ്ങിയത്. അപ്പം നമ്മളങ്ങനെ ബോട്ടിങ്ങൊക്കെ കണ്ട് നമ്മൾ എവിടെ നിന്നാണോ ഒരു എടുത്തത് അവിടെ തന്നെ തിരിച്ചുണ്ടാക്കും. 1 കിലോമീറ്റർ കൊണ്ടുപോകും. അങ്ങനെ അപ്പോൾ നമ്മൾ തിരിച്ചങ്ങനെ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ നമ്മളവർ തിരിച്ചുണ്ടാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വാരണാസിയിലെ വിശേഷങ്ങൾ. എനിക്കങ്ങനെ ഒരുപാടായിട്ട് ഇവിടുത്തെ പറ്റിയൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും അങ്ങനെ പറയുന്നത്. പിന്നെ എന്താ ഇപ്പം ഞാൻ ഇവിടുത്തെ പറ്റി പറഞ്ഞത്, എനിക്ക് ഇവിടുത്തെ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞു അറിയാത്തതുകൊണ്ട്. പിന്നെ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കുറേ യൂട്യൂബിൽ നോക്കി, അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനായിട്ടിനി പ്രത്യേകം ഒന്നും പറഞ്ഞു തരണ്ട. ഇനി പറഞ്ഞതെന്ന് എനിക്ക് തെറ്റിപ്പോയാലോ എന്നുള്ള പേടിയുണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒന്നും പറയാഞ്ഞത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.